ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബദറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് യൂട്യൂബ് റെക്കോർഡ്സ് ആണ്. അതായത് നമ്മൾ പലവരും പലതരത്തിലെ വീഡിയോസ് ഒക്കെ കാണും യൂട്യൂബിൽ. ചിലതൊക്കെ മ്യൂസിക് ആയിരിക്കും, ചിലതൊക്കെ നോൺ മ്യൂസിക് ആയിരിക്കും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏറ്റവും മോസ്റ്റ് ലൈക്ഡ് വീഡിയോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമന്റ് കിട്ടിയ വീഡിയോ, അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ തരാൻ പോകുന്നത്. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കുറച്ച് യൂട്യൂബ് റെക്കോർഡ്സ് ആണ്. നമ്മൾ എല്ലാവരും യൂട്യൂബ് കാണുന്നുണ്ട്. അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ ഉണ്ടായ കുറച്ച് റെക്കോർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയങ്ങളിൽ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് മോസ്റ്റ് സബ്സ്ക്രൈബ് ചാനൽ. അത് നമുക്ക് മിക്ക ആൾക്കാർക്കും അറിയാം, ഇത് ടി സീരീസ് ആണ്. ടി സീരീസിന് ഇപ്പോൾ 163 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ഒരു ഡിസംബർ 2020. അപ്പൊ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ചാനലാണ് ഈ ഒരു ടി സീരീസ്. അടുത്തത് പറയുന്നത് ഏറ്റവും മോസ്റ്റ് വ്യൂഡ് യൂട്യൂബ് വീഡിയോ ആണ്. അതായത് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ യൂട്യൂബ് വീഡിയോ. ഈ ഒരു യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് ഡെസ്പസീത്തോ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ 7 ബില്യൺ വ്യൂസ്, അതായത് 700 കോടി വ്യൂസ് ഉണ്ട് ഈ ഒരു വീഡിയോക്ക്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ ലൈക്സ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് കിട്ടിയത് 38 മില്യൺ ലൈക്സ് ആണ്. അതായത് 3,80,00,000 അടുത്താണ് ലൈക്സ് കിട്ടിയത്. അപ്പൊ ഏറ്റവും മോസ്റ്റ് വ്യൂഡ് വീഡിയോ, അതേപോലെ തന്നെ മോസ്റ്റ് ലൈക്ഡ് വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഡെസ്പസീത്തോ എന്ന് പറയുന്നത് വരുന്നത്. അതേപോലെ തന്നെ മോസ്റ്റ് ലൈക്ക് നോൺ മ്യൂസിക് വീഡിയോ, അതായത് മ്യൂസിക് അല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ. ഈ ഒരു റെക്കോർഡ് പോകുന്നത് മിസ്റ്റർ ബീസ്റ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മിസ്റ്റർ ബീസ്റ്റിന് വളരെയധികം ഒരുപാട് റെക്കോർഡ്സ് ഒക്കെ യൂട്യൂബിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇഷ്ടം പോലെ റെക്കോർഡ്സ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു മെഡിക്കനായ ഒരു കഴിവുള്ള ഒരു യൂട്യൂബറാണ് ഈ ഒരു മിസ്റ്റർ ബീസ്റ്റ്. അപ്പൊ ഈ ഒരു മിസ്റ്റർ ബീസ്റ്റിന്റെ വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ നോൺ മ്യൂസിക് ലൈക്ക് കിട്ടിയത്. അപ്പൊ ആ ഒരു വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ അങ്ങനെയായിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ഡ് ആയിട്ടുള്ള നോൺ മ്യൂസിക് വീഡിയോ ആക്കാൻ. അപ്പൊ ആൾക്കാർ അത് കയറി ലൈക്ക് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് പ്യൂഡിഫൈക്ക് ആയിരുന്നു. അപ്പൊ ഈ ഒരു പ്യൂഡിഫൈയുടെ ഈ ഒരു റെക്കോർഡ് പോയത് ഈ ഒരു മിസ്റ്റർ ബീസ്റ്റിനാണ്. അടുത്ത റെക്കോർഡ് എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് കമന്റഡ് യൂട്യൂബ് വീഡിയോ ആണ്. അതായത് ഏറ്റവും കൂടുതൽ കമന്റ്സ് കിട്ടിയ യൂട്യൂബ് വീഡിയോ. ഇത് യൂട്യൂബിൽ തന്നെ ഫസ്റ്റത്തെ വീഡിയോ ആയ മീ അറ്റ് ദ സൂം ആണ്. യൂട്യൂബിന്റെ തന്നെ ഒരു കോഫൗണ്ടർ ആയ ജാവേദ് കരീം തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ ഒരു മീ അറ്റ് ദ സൂ എന്ന് പറയുന്നത്. അത് അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു 15 കൊല്ലം കഴിഞ്ഞു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇതിന് 10 കോടിയിൽ മേലെ കമന്റ്സ് കിട്ടിയിട്ടുണ്ട്. മോർ ദൻ 10 മില്യൺ കമന്റ്സ് ആണ് ഈ ഒരു യൂട്യൂബ് വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാണ് ഏറ്റവും മോസ്റ്റ് കമന്റഡ് യൂട്യൂബ് വീഡിയോ. അതേപോലെ തന്നെ അടുത്തത് പറയുന്നത് മോസ്റ്റ് ലൈക്ഡ് കമന്റ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റ്. ഇപ്പൊ ആൾക്കാർ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ വീഡിയോ ഒക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ഒരു കമന്റ് നോക്കുന്നില്ല. അപ്പൊ ഈ ഒരു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റ് എന്ന് പറയുന്നത് സെത്ത് എവർമാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെയാണ്. ഈ ഒരു യൂട്യൂബറിന് 4 മില്യന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സെത്ത് എവർമാൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഈ ഒരു ബില്ലി ഐലിഷ് എന്ന് പറയുന്ന ഒരു കുറച്ചും കൂടെ വലിയൊരു മ്യൂസിക് യൂട്യൂബറിന്റെ ചാനലിൽ പോയിട്ടായിരുന്നു ഈ ഒരു കമന്റ് ഇട്ടിരുന്നത്. അപ്പൊ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ പേര് ഐ ആം എ ബാഡ് ഗായ് എന്നാണ്. അപ്പൊ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ ഈ ഒരു ഐ ആം ദ ബാഡ് ഗായ് എന്ന് പറഞ്ഞ ഒരു കമന്റിനാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത്. മോർ ദൻ 1 മില്യൺ ലൈക്ക് കിട്ടി. അപ്പൊ അത്രയും ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ആയിരുന്നു. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് 8 ലക്ഷം ലൈക്ക് കിട്ടിയ ഒരു കമന്റ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇയാൾ ഈ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തപ്പോൾ യൂട്യൂബ് തന്നെ അയാൾക്ക് ഒരു സർട്ടിഫിക്കറ്റും ബാഡ്ജും കൊടുത്തിരുന്നു ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ കമന്റിന്. അതിനുശേഷം എല്ലാവരും ഈ ഒരു കമന്റ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു കമന്റ് യൂട്യൂബ് ഡിലീറ്റ് ചെയ്തിരുന്നു. കാരണം റെക്കോർഡുകൾ പുതിയതായിട്ട് വരാനായിട്ട് യൂട്യൂബ് പഴയ കമന്റ്സ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തിരുന്നു, പഴയ റെക്കോർഡുള്ള കമന്റ്സ്. അപ്പൊ അങ്ങനെ ആ ഒരു കമന്റ് ഡിലീറ്റ് ആയി. അപ്പൊ നിങ്ങളിപ്പോ ആ ഒരു വീഡിയോയിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ നിങ്ങൾ എത്ര നോക്കിയാലും ഇഷ്ടം പോലെ കമന്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ കിട്ടില്ല. കാരണം അത് ഡിലീറ്റ് ആയി പോയ ഒരു കമന്റ് ആണ്. യൂട്യൂബ് തന്നെ ഡിലീറ്റ് ചെയ്തൊരു കമന്റ് ആണത്. അടുത്തെന്ന് പറയുന്നത് മോസ്റ്റ് ഡിസ്ലൈക്ഡ് വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ മ്യൂസിക് വീഡിയോ ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്ക് കിട്ടിയ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റിൻ ബീബറിന്റെ തന്നെ ബേബി എന്ന് പറയുന്ന ഒരു പാട്ടിനാണ്. ഇത് ഏകദേശം ഒരു 10 കൊല്ലം മുമ്പാണ് അപ്ലോഡ് ചെയ്തിരുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോക്ക് കിട്ടിയത് 11 മില്യൺ ഡിസ്ലൈക്സ് ആണ്. 15 മില്യൺ ലൈക്കും 11 മില്യൺ ഡിസ്ലൈക്സും ആണ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്സ് കിട്ടിയ മ്യൂസിക് വീഡിയോ ആണിത്. അപ്പൊ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്സ് കിട്ടിയ നോൺ മ്യൂസിക് വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ വീഡിയോ ആയ യൂട്യൂബ് റിവൈൻഡ് 2018 ആണ്. അതായത് ഓരോ കൊല്ലം യൂട്യൂബേഴ്സിനെ വെച്ച് ഒരു റിവൈൻഡ് ഇറക്കും. അപ്പൊ 2018 യൂട്യൂബ് ഇറക്കിയ ഈ ഒരു യൂട്യൂബ് റിവൈൻഡിൽ മാർക്കസ് ബ്രൗൺലി അങ്ങനെയുള്ള വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഓരോ കാറ്റഗറിയുടെ. അപ്പൊ ഈ ഒരു വീഡിയോക്കാണ് ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്സ് കിട്ടിയത്. ഈ ഒരു വീഡിയോക്ക് കിട്ടിയത് 18 മില്യൺ ഡിസ്ലൈക്സ് ആണ്. അപ്പൊ ഈ ഒരു മ്യൂസിക് വീഡിയോനെക്കാളും കൂടുതൽ ഡിസ്ലൈക്സ് ഈ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്തത് നമ്മുടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ റെക്കോർഡാണ്. അതായത് ഏറ്റവും വേഗം 1 കോടി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ചാനൽ എന്ന് പറയുന്നത് മിസ്റ്റർ ബീസ്റ്റിന്റെ തന്നെയാണ്. ഈ ഒരു മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ കഴിവുള്ള ഒരു യൂട്യൂബർ തന്നെയായിരുന്നു. 3 കൊല്ലം മുമ്പാണ് മിസ്റ്റർ ബീസ്റ്റ് ഫേമസ് ആവാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ ഒരു
മിസ്റ്റർ ബീസ്റ്റിന് ഇപ്പൊ 47 മില്യന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം അത്രയും റെക്കോർഡ്സും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. കൂടുതലും ചാരിറ്റിയാണ് ഈ ഒരു മിസ്റ്റർ ബീസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും വേഗം 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ഒരു ചാനലാണ്. ഇപ്പോഴും അത് ഈ ഒരു മിസ്റ്റർ ബീസ്റ്റ് വളരെ ബൂസ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടംപോലെ മില്യൺസ് ഓഫ് വ്യൂസും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 100 മില്യൺ, അതായത് 10 കോടി സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ ചാനൽ എന്ന് പറയുന്നത് പ്യൂഡിഫൈ തന്നെയാണ്. പ്യൂഡിഫൈ ആയിരുന്നു കുറെ കാലം ഈ ഒരു മോസ്റ്റ് സബ്സ്ക്രൈബ്ഡ് ചാനലിന്റെ ഈ ഒരു ലിസ്റ്റിൽ വന്നിരുന്നത്. പക്ഷെ ഇപ്പൊ അത് ടി സീരീസ് ആയി. പക്ഷെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 100 മില്യൺ എത്തിയത് ഈ ഒരു പ്യൂഡിഫൈക്ക് തന്നെയാണ്. അങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഇനിയും ഒരുപാട് റെക്കോർഡ് ഉണ്ട്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് 1 മില്യൺ, 1 ലാക്ക് അങ്ങനെയുള്ളതൊക്കെ അതൊന്നും പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം ഏറ്റവും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റെക്കോർഡ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു തന്നെ. പത്രമുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.